ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചിക്കൻ വെച്ചിട്ടാണ് അടിപൊളി ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ്, നല്ല ക്രീമി ചിക്കനാണ്. പിന്നെ അത് ചപ്പാത്തിക്കും പൊറോട്ടക്കും അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ അതിനുവേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമുക്ക് എടുത്തിട്ടുള്ളത്, നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കണ മാതിരി. അപ്പോൾ ഇത് ഇതേപോലെ നല്ലോണം വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മസാലയൊക്കെ അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മസാല നമ്മൾ ഉപയോഗിക്കുന്നില്ല, ചേർക്കുന്ന മസാല അതിൽ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കുന്നതാണ്. പിന്നെ അതാ ഒരു സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു സ്പൂണ് കുരുമുളക് ചതച്ചത്, പിന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടി വേണം. അപ്പോൾ അതാ ഞാനൊരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നീരും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് കൈവച്ച് നല്ലോണം തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും കുരുമുളകും ഉപ്പും പിന്നെ നാരങ്ങാനീരൊക്കെ എല്ലായിടത്തും ആകണ പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര നേരം മാറ്റി വെക്കാൻ പറ്റും എത്ര നേരം മാറ്റി വെക്കുക. ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ അപ്പോൾ അതവിടെ മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ അതങ്ങനെ ഞാൻ അരമണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ബട്ടറൊക്കെ അങ്ങനെ നല്ലോണം മെൽറ്റായി വന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, ചെറിയ ചട്ടിയാണ്. അപ്പോൾ അതങ്ങനെ ചിക്കനൊക്കെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഞാനൊരു പ്രാവശ്യം അങ്ങനെ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് 2 സൈഡും വേവിച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വേവിക്കാനുള്ള ചിക്കനും കൂടി ഇട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് വേവിച്ചെടുക്കട്ടെ. ഒരുപാട് മുരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 സൈഡൊന്നും അങ്ങനെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഗ്രേവിയിൽ കളന്ന് നല്ലപോലെ ചിക്കനൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ചിക്കനൊക്കെ 2 പ്രാവശ്യമായിട്ടൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ലിറ്ററോളം വെള്ളം ഉണ്ടാവും, അതിലിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണം. അപ്പോൾ അതിൻ്റെ എല്ലാ സത്തൊക്കെ ഇതിൽ ഇറങ്ങി വെള്ളത്തിലെല്ലാം പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച അതേ എണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബട്ടറിൻ്റെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് ബട്ടറൊക്കെ ഇട്ടിട്ട് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ പിന്നെ ഓയിൽ തന്നെ ചേർത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് 2 വലിയ ഉള്ളിയും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി, ഇത് 3ഉം ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ബട്ടർ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒരു 10-15 അല്ലി ഉണ്ടാവും കേട്ടോ. വെളുത്തുള്ളി കൂടുതൽ എടുക്കുക, അത് നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചി ചെറിയ കഷ്ണം മതി, അതും ചെറുതാക്കി അരിഞ്ഞെടുത്ത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വെല്ലുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ മീഡിയം സൈസിലാണ്ട് വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലൊന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റി ഗോൾഡൻ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അതാ ഞാനിത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതിങ്ങനെ നടുകിലിങ്ങനെ ചെറിയൊരു കത്തിയും കൊണ്ട് കീറി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നടുക്ക് കീറിയിടേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറിയൊരു ഓട്ട വെച്ച് കൊടുത്താൽ മതി പച്ചമുളകിന്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഇപ്പം മുളകിൽ കയറി പിടിക്കാനാണ് കേട്ടോ. അപ്പോൾ തിന്നുന്ന സമയത്ത് മുളക് കടിക്കാനൊക്കെ രസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കനെ കഷ്ണമിട്ട് വേവിച്ച വെള്ളം, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ വേവാനൊന്നും ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, തിളച്ച് കിട്ടുന്നവരെ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഒരുപാട് കൂടി പോയരുത്. നമ്മൾ ചിക്കനിലും ഉള്ളി വഴറ്റിയപ്പോഴൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഒരുപാട് വറ്റിച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് കുറുകിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കേണ്ട മുന്നായിട്ട് 1 സ്പൂൺ കോൺഫ്ലവർ 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കോൺഫ്ലവർ മതി കേട്ടോ. പിന്നെ നമ്മൾ ക്രീമൊക്കെ ചേർത്ത് കൊടുക്കണം, അപ്പോൾ നല്ല കുറുകി വരും. ഒരുപാട് തിക്കാക്കിയിട്ട് എടുക്കരുത് ഇപ്പം തന്നെ. അപ്പോൾ 1 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒന്നും കൂടി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വേവാനൊന്നുമില്ല, ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്താണ്, എന്നാലും ഒന്ന് വെന്ത് കിട്ടണം. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും ഇതിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതാ ഞാൻ ആദ്യം 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നത്, മൊത്തം 1.5 ഗ്ലാസ്സാണ്, 1.5 കപ്പോളം ഉണ്ടാവും ക്രീം ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1 ഗ്ലാസ് ക്രീം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കിയെടുക്കുക. അപ്പോൾ അതാ ഞാൻ 1/2 ഗ്ലാസ് ക്രീം കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ക്രീം ഇല്ലെങ്കിൽ നമുക്ക് മൈദ കൊണ്ട് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ സോസ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ക്രീം ഉണ്ടായതുകൊണ്ട് ക്രീം ചേർത്ത് കൊടുത്തു. അങ്ങനെ ക്രീമൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ചെറിയ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അതിൽ കൂടുതൽ എരിയൊന്നുമില്ല, നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ക്രീമൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കുക. ഇനി ഇതിൽ നിങ്ങളെടുത്തുണ്ടെങ്കിൽ മാത്രം ഒറിഗാനോ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒറിഗാനോ ഇല്ലെങ്കിൽ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. അവസാനം നമ്മൾ തീ ഓഫ് ആകുന്ന സമയത്ത് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒറിഗാനോ ഉള്ളത് കാരണം ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ എല്ലാതും ഉണ്ടായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റണ പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ, ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റ്, നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവി തിക്നെസ്സിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല കുറുകി വരും. അപ്പോൾ ചൂടോടെ ആകുമ്പോഴാണ് ലൂസായിരിക്കുന്നത്. എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഡിഷാണ് കേട്ടോ ഇത്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ പിന്നെയും പറയുകയാണ്, വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.